അപ്പോൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഉണ്ടായപ്പോഴാണല്ലോ, അതിനുശേഷമാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണല്ലോ വമ്പൻ തിരിച്ചടി ഉണ്ടായത്. അപ്പോൾ ഇവർ ഇതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ ജനങ്ങളിലേക്ക് ഇറങ്ങി നേരിട്ട് പോയിട്ടായിരുന്നു സംസാരിച്ചത്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കിയപ്പോൾ തൊട്ടു പിന്നാലെ അവർ കണ്ടത്, അവർ വന്നൊരു പെശകായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ശബരിമല പ്രശ്നമാണ്, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തിരിച്ചടിക്ക് കാരണം എന്ന സിംഗിൾ പോയിന്റ് അജണ്ട ഇവർ പിടിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ കണ്ടത് എന്താണ്, അതിദ്രുതം പോയ ഹിന്ദു വോട്ടുകൾ പിടിക്കാനുള്ള പരിപാടികളിലേക്ക് ഇവരങ്ങ് ചാടി വീഴുന്നതാണ് കണ്ടത്. അത് ആദ്യഘട്ടത്തിൽ അവിശ്വസനീയമായിരുന്നു. അല്ല, അങ്ങനെ ആയിരിക്കില്ല, ചില രാഷ്ട്രീയ ധാരണകളൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിൽ, പക്ഷേ ഇവർ ചാടി വീണിട്ട് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അകത്തുണ്ടായിരുന്ന ആശങ്കകളെ പരിഗണിക്കുകയേ ചെയ്യാതെ ഹിന്ദു വോട്ട് സമാഹരിക്കാനായിട്ടുള്ള പോക്ക് എന്ന് പിന്നീട് മനസ്സിലാക്കിയ ഒരു വമ്പൻ ഓട്ടം ഇവർ നടത്തുകയാണ് ചെയ്തത്. മണ്ടത്തരമായിരുന്നു അത്. കാരണം ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിക്ക് കാരണങ്ങളിലെ ഒരു അഞ്ചാമത്തെയോ ആറാമത്തെയോ കാരണം മാത്രമേ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സംഗതി ഉണ്ടാക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഹർഷനും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. പിന്നെ പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദിക്കെതിരായിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് തന്നെയും വരുമെന്ന കേരള രാഷ്ട്രീയ മനസ്സിൻ്റെ ഒരു ചിന്തയായിരുന്നു. വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കാനായിട്ട് ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു ഓളമായിരുന്നു. അതിനെ അങ്ങനെ തിരിച്ചറിയാതെ ഹിന്ദു വോട്ട് സമാഹരിക്കണം, അത് നമ്മളിന്ന് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ ചാടി അപ്പുറത്തേക്ക് വീണിട്ട് അതിനുവേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെയാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നയാളെ വേണ്ട രീതിയിൽ കുറ്റപ്പെടുത്താത്ത രാഷ്ട്രീയമായ മണ്ടത്തരത്തിലേക്ക് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും മറ്റും പോയത് എന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. ആ രാഷ്ട്രീയമായ മണ്ടത്തരത്തിന് അവരിപ്പോൾ വില കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ CPIM-ൻ്റെ നേതാക്കൾ മനസ്സിൽ വെക്കേണ്ടുന്നൊരു കാര്യം, ഇപ്പോൾ അവരെല്ലാവരോടും അഭിപ്രായം പറഞ്ഞു. മുമ്പൊക്കെ ആണെങ്കിൽ ഹർഷ, നമ്മൾ CPM-ന് ഇങ്ങനൊരു കാര്യം ചെയ്യണം കേട്ടോ, CPM എന്ന് മാധ്യമപ്രവർത്തകരെ CPM-ന് ഉപദേശിക്കുന്ന എല്ലാവർക്കും വന്ന് നമ്മൾ ചീത്ത വിളിക്കും, എല്ലാവരും നമ്മൾ ചീത്ത വിളിക്കും. എനിക്ക് ഈ ഞാൻ നേരത്തെ ഉദാഹരിച്ച TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ കാലത്ത് ചില ഉപദേശങ്ങൾ കൊടുത്തതിന് ചീത്ത വിളി കിട്ടിയ ആളാണ് ഞാൻ. അതുകൊണ്ട് സാധാരണയിലാണെങ്കിൽ അങ്ങനെ ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പോൾ ഉറക്കെ തന്നെ ഉപദേശിക്കാൻ ധൈര്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, പക്ഷേ നിങ്ങളെല്ലാം പറഞ്ഞോളൂ എന്നൊരു കാര്യം അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉപദേശം ഇതാണ്, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കിയത് എന്ന് കണക്കാക്കിയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് ചാടി വീണ് രാഷ്ട്രീയ മണ്ഡലങ്ങൾ പരപരാ ചെയ്ത ആ സാഹചര്യം നിങ്ങൾ ആവർത്തിക്കാതിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളെ പരിഹരിക്കാനായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് നിന്നങ്ങ് അടിച്ചേക്കാം എന്ന് വിചാരിക്കരുത്. ഇന്നിപ്പോൾ P. ജയരാജൻ പറഞ്ഞത് കേട്ടത് നല്ലത്. വെള്ളാപ്പള്ളി നടേശനെ പറ്റിയിട്ട് അവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ രാഷ്ട്രീയ ഡിബേറ്റൊക്കെ നടത്താം. പക്ഷേ എന്ന് വെച്ച് CPM-ൻ്റെ സംസ്ഥാന സമിതി ഇങ്ങനൊരു കാര്യം പുറത്തേക്ക് വരും, നാളെ മുതൽ വന്നിട്ട് അറഞ്ചം പുറഞ്ചം വെള്ളാപ്പള്ളി നടേശനെ അങ്ങ് തല്ലിയേക്കാം എന്ന് കരുതിയാൽ 90 വയസ്സുള്ളൊരു സാമുദായിക നേതാവിനെ ഈ CPM-കാർ ഇപ്പോൾ തോറ്റതിൻ്റെ ആവേശത്തിൽ വന്ന് മർദ്ദിക്കുന്നേ എന്ന് നാട്ടുകാർ ഇവർക്കെതിരായിട്ട് നിൽക്കാനാണ് കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള സ്ഥലത്തേക്ക് ചാടരുത്. പതുക്കെ രാഷ്ട്രീയ നിലപാടിൽ വ്യക്തത വരുത്തിയിട്ട് അതിനകത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആകെ മനസ്സിനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം.